കിഫ്ബിയുടെ രജത ജൂബിലി ആഘോഷം നവംബർ 4 തിരുവനന്തപുരത്ത് നടക്കും. 25ാം പ്രവർത്തന വർഷത്തിന്റെ വാർഷികം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കിഫ്ബിയുടെ നേട്ടം വിവരിക്കുന്ന സുവനീർ മുഖ്യമന്ത്രി പ്രകാശനം ചെയ്യും. നവകേരള ദർശനവും കിഫ്ബിയും എന്ന വിഷയം കിഫ്ബി സിഇഒ ഡോക്ടർ കെ.എം. എബ്രഹാം അവതരിപ്പിക്കും. 2 വേദികളിലായി നടക്കുന്ന പരിപാടികളിൽ കിഫ്ബിയെക്കുറിച്ചുള്ള സെമിനാറും സംഘടിപ്പിച്ചിട്ടുണ്ട്. കിഫ്ബിയിലൂടെ വിഭാവനം ചെയ്തത് 50,000 കോടി രൂപയുടെ പദ്ധതിയാണെങ്കിലും നടപ്പാക്കുന്നത് 90,562 കോടി രൂപയുടെ പദ്ധതിയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. നിലവിൽ 1190 പദ്ധതികളായിട്ട് 90,562 കോടി രൂപ എന്ന് പറഞ്ഞാൽ 50,000 കോടിയാണ് ആദ്യം വിഭാവനം ചെയ്തതെങ്കിൽ അത് 90,562 കോടി രൂപയുടെ പദ്ധതികൾക്ക് ഇപ്പോൾ നമ്മൾ അംഗീകാരം നൽകിയിട്ടുണ്ട്. ധാരാളം കാര്യങ്ങൾ നമുക്ക് ചുറ്റുപാട് വികസിപ്പിക്കാൻ പറ്റും. അതിനുള്ള ഭൂമി നമുക്കുണ്ട്. നമുക്ക് കേരളത്തിൽ ഭൂമിയില്ല എന്നൊന്നും തെറ്റിദ്ധാരണയാണ്. ആ ഭൂമിയിൽ നല്ലൊരു ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നില്ല. കേരളത്തിന്റെ എക്കോളജിയെയും പരിസ്ഥിതി ഒന്നും ബാധിക്കാതെ ഈ ഭൂമി എടുത്ത് നല്ലതുപോലെ ആക്കി കൊടുത്താൽ ധാരാളം വ്യവസായം വരും. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്